ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ കൂട്ടുകാരെ, ഇന്ന് ജൂലൈ 16 ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാളാണ്. അതെല്ലാവർക്കും അറിയാവുന്നതുമാണ്. പക്ഷേ ഈ കർമ്മല മാതാവിനോടനുബന്ധിച്ചിട്ടുള്ള ഉത്തരീയത്തിൻ്റെ, അതായത് നമ്മുടെ ഭാഷയിൽ വെന്തിങ്ങയുടെ കാര്യം പല പ്രാവശ്യം പറഞ്ഞിട്ടും പിന്നെയും ആളുകളിങ്ങനെ ചോദിക്കുകയാണ്, ഇതെന്താണ്, ശനിയാഴ്ച വരെ എന്താണ്, ഇതിനെന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാനിത് വീണ്ടും ഒരു പ്രാവശ്യം കൂടി ഈ വർഷം പറയുന്നത്. എന്താണ് വെന്തിങ്ങയുടെ ചരിത്രം? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് പരിശുദ്ധ അമ്മ കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഉത്തരീയം കൊടുത്ത ആ സംഭവം. എന്നാൽ ഇത് അറിയുന്നതിനേക്കാൾ മുൻപ് നമുക്ക് കർമ്മല മാതാവിനെയാണല്ലോ നമ്മൾ വിളിച്ച് പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഈ കർമ്മല ഉത്തരീയത്തിൻ്റെ ആരംഭ ചരിത്രം നമുക്കൊന്ന് നോക്കാം. ഇസ്രായേലിൽ മെഡിറ്ററേനിയൻ കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മനോഹരമായ ഉയർന്ന മലയാണ് കർമ്മലമല. പഴയ നിയമത്തിൻ്റെ ശക്തനായ പ്രവാചകൻ ഏലിയായുടെയും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ ഏലീഷ പ്രവാചകൻ്റെയും കർമ്മരംഗമായിരുന്നു ഈ കർമ്മലമല. അവരുടെ കാലശേഷം അവരുടെ ശിഷ്യന്മാർ കർമ്മലമലയിൽ സമൂഹമായിട്ട് ജീവിച്ചു പോന്നു. പിന്നീട് ആദിമ ശിഷ്യ സമൂഹം ക്രിസ്തീയ വിശ്വാസത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ അവർ കർമ്മലമലയിലെ ഗുഹകളിൽ ഏകാന്തതയിലും പ്രാർത്ഥനയിലും ജീവിച്ചു പോന്നു. അവരാണ് കർമ്മലമലയിൽ ഈ മാതാവിൻ്റെ നാമത്തിൽ ഒരു പള്ളി സ്ഥാപിച്ചത്. അതിപുരാതന കാലത്ത് കർമ്മലമലയിൽ സ്ഥാപിക്കപ്പെട്ട ഈ പള്ളിയിൽ നിന്നാണ് കർമ്മലീത്ത സഭയും കർമ്മല മാതാവുമായുള്ള അഭേദ്യമായ ബന്ധം ആരംഭിക്കുന്നത്. മാതാവിൻ്റെ സ്തുതികളെ പ്രകീർത്തിക്കാനായി വിശുദ്ധ ബെർത്തോൾഡാണ് 1150 ഈ മലയിൽ വെച്ച് കർമ്മലീത്ത സഭ സ്ഥാപിച്ചത്. ഇപ്പോൾ കർമ്മലീത്ത സഭയെക്കുറിച്ച് ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് കിട്ടിക്കാണും. ഏലീഷ പ്രവാചകൻ, അതാണ് തുടക്കം, ആ കർമ്മലമല. അങ്ങനെ 1150 ഈ കർമ്മലീത്ത സഭ സ്ഥാപിച്ചല്ലോ. പിന്നീട് 1245 കർമ്മലീത്ത സഭയുടെ 6ാമത്തെ ജനറലായിട്ട് വിശുദ്ധ സൈമൺ സ്റ്റോക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ യൂറോപ്പിൽ ചിന്നിച്ചിതറിക്കിടന്ന ഈ കർമ്മലീത്ത സഭാംഗങ്ങളെ മുഴുവൻ ഒന്നിപ്പിച്ച് പുതിയ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൗത്യം. പലസ്തീനയിൽ ആരംഭിച്ച ഈ കർമ്മലീത്ത സഭ കുരിശുയുദ്ധ കാലത്താണ് യൂറോപ്പിൽ എത്തിച്ചേർന്നത്. യൂറോപ്പിൽ ഈ സഭയ്ക്ക് കുറേ എതിർപ്പുകളൊക്കെ നേരിടേണ്ടി വന്നു. കർമ്മലീത്ത സഭയുടെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെട്ടു തുടങ്ങി. ഈ ദുരവസ്ഥയിൽ ദുഃഖിതനായ വിശുദ്ധൻ, അതായത് വിശുദ്ധ സൈമൺ സ്റ്റോക്ക്, മാതാവിൻ്റെ തിരുസ്വരൂപത്തിന് മുമ്പിൽ മുട്ടുകുത്തി കർമ്മലീത്ത സഭയെ രക്ഷിക്കണമേ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. അദ്ദേഹം തന്നെ രചിച്ച ഫ്ലോസ് കർമ്മല എന്ന മാതാവിൻ്റെ സ്തുതിഗീതം അതീവ ഭക്തിയോടും തീക്ഷ്ണതയോടും കൂടെ പാടിക്കൊണ്ടിരുന്നപ്പോൾ 1251 ജൂലൈ 16 പുലർച്ചെ ഒരു ഗണം മാലാഖമാരുടെ അകമ്പടിയോടെ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവിൻ്റെ ഒരു കൈയിൽ ഉത്തരീയവും മറുകൈയിൽ ഉണ്ണീശോയും ഉണ്ടായിരുന്നു. ഉത്തരീയം വിശുദ്ധ സൈമൺ സ്റ്റോക്കിന് നൽകിയിട്ട് മാതാവ് പറഞ്ഞു, ഇത് നിനക്കും മറ്റെല്ലാ കർമ്മലീത്തക്കാർക്കും സംരക്ഷണമായി ഈ രക്ഷാകവചം ഞാൻ തരുന്നു. എൻ്റെ സാഹോദര്യത്തിൻ്റെ അടയാളവും ആത്മരക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരീയം സ്വീകരിക്കുക. ഇത് ഭക്തിപൂർവം ധരിക്കുന്നവരെ ഞാൻ പ്രത്യേകമായ വിധം സംരക്ഷിക്കുന്നതാണ്. ഇത് ധരിച്ചുകൊണ്ട് മരിക്കുന്ന യാതൊരുവനും നിത്യനരകാഗ്നിയിൽ അകപ്പെടുകയില്ല. ഇത് ആത്മരക്ഷയുടെ അടയാളവും അപകടങ്ങളിൽ സംരക്ഷണവുമാണ്. ഇങ്ങനെയാണ് ഉത്തരീയം കൊടുത്തിട്ട് മാതാവ് പറഞ്ഞത്. ആദ്യത്തെ കാലങ്ങളിലൊക്കെ കർമ്മലീത്ത സന്യാസിമാർ മാത്രമാണ് ഈ കർമ്മലോത്തരീയം ധരിച്ചിരുന്നത്.
ഈ ഉത്തരീയത്തിൻ്റെ ആധ്യാത്മികവും ഭൗതികവുമായ സംരക്ഷണം എല്ലാ കത്തോലിക്കർക്കും ലഭിക്കണം. അങ്ങനെ ആഗ്രഹിച്ചിട്ടാണ് നിക്കോളാസ് അഞ്ചാമൻ മാർപ്പാപ്പ കർമ്മലോത്തിരിയത്തിൻ്റെ വലിപ്പം കുറച്ച് അത് കത്തോലിക്ക വിശ്വാസികൾ ഇന്ന് ധരിക്കുന്ന ചെറിയ ഉത്തരീയം, അതായത് വെന്തിങ്ങ, നടപ്പിലാക്കിയത്. ഈ വെന്തിങ്ങയോടുള്ള ഭക്തി അൽമാരുടെ ഇടയിൽ പ്രചരിപ്പിക്കാൻ ഉത്തരീയ സഭയ്ക്ക് കത്തോലിക്ക സഭ തുടക്കമിട്ടു. അങ്ങനെയാണ് ഉത്തരീയ സഭ ഉണ്ടാകുന്നത്. അപ്പോൾ വെന്തിങ്ങ കഴുത്തിലൊരു ഫാഷനായി ധരിക്കുന്നത് കൊണ്ട് മാത്രം ഒരു വ്യക്തിക്ക് മാതാവിൻ്റെ സംരക്ഷണം ലഭിക്കില്ല. കർമ്മല മാതാവിൻ്റെ ആത്മീയവും ഭൗതികവുമായ പൂർണ്ണ സംരക്ഷണം ലഭിക്കണം എന്ന ആഗ്രഹമുള്ളവരെ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി ഉത്തരീയ സഭയിലെ ഒരംഗമായി തീർന്ന് ഉത്തരീയ സഭയുടെ മാർഗരേഖകൾ പാലിക്കണം. ഉത്തരീയം ഏൽപ്പിക്കൽ ശുശ്രൂഷയ്ക്ക് സഭ ചില മാർഗരേഖകൾ നിഷ്കർഷിച്ചിട്ടുണ്ട്. സാധാരണയായി ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു ഡീക്കനോ അത് മാത്രമേ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്താൻ അനുവാദമുള്ളൂ. ഇനി മരണാസന്നനായിട്ടുള്ളൊരു രോഗിയുടെ കാര്യത്തിലാണെങ്കിൽ സഭ ഇളവ് കൊടുത്തിട്ടുണ്ട്. ആ രോഗി ഉത്തരീയ ഏൽക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ഒരു വൈദികൻ്റെയോ ഡീക്കൻ്റെയോ സേവനം കിട്ടാൻ സാധ്യമല്ലാതെയും വരുന്ന സാഹചര്യത്തിൽ സഭ അംഗീകരിച്ച പ്രാർത്ഥന ചൊല്ലിക്കൊടുത്ത് ഒരു അൽമായനും വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്താം. അത് മരിക്കാൻ പോകുന്ന ഒരു വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം. ഒരിക്കൽ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ സ്വീകരിച്ച വ്യക്തി, അതായത് സ്വീകരിച്ചിട്ട് ഇങ്ങനെ പുരോഹിതനോട് പ്രാർത്ഥിച്ച് പുരോഹിതൻ തന്നെ കഴുത്തിലിട്ട് കൊടുക്കുന്ന ഈ വെന്തിങ്ങ സ്വീകരിച്ച് ഉത്തരീയ സഭയിൽ അംഗത്വമെടുത്ത വ്യക്തി ഉത്തരീയ സഭയുടെ വ്യവസ്ഥകൾ പാലിക്കാതെ സ്വമനസാലെ ഉത്തരീയ സഭയിൽ നിന്നും പുറത്തു പോകുകയാണെങ്കിൽ പാപമൊന്നും ആവില്ല അത്. പക്ഷേ ഉത്തരീയം ധരിക്കാത്ത കാലത്ത് ഉത്തരീയത്തിൻ്റെ സംരക്ഷണം അയാൾക്ക് ലഭിക്കില്ല. ഇനി കുറേ വർഷങ്ങൾക്ക് ശേഷം അയാൾ ഉത്തരീയ സഭയിലേക്ക് മടങ്ങി വരാൻ ആഗ്രഹിച്ചാൽ വീണ്ടും ഉത്തരീയം എടുത്ത് ധരിച്ചാൽ മതി. വീണ്ടും വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്തണ്ട. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷയ്ക്ക് വിധേയരാകാൻ പാടുള്ളൂ. അതായത് ഒരു വൈദികൻ്റെ അടുത്ത് വെന്തിങ്ങ വെഞ്ചിരിപ്പിച്ച് വൈദികൻ പ്രത്യേകം പ്രാർത്ഥനകൾ ചൊല്ലി ആശീർവദിച്ച് അത് ഈ അംഗമാകാൻ ആഗ്രഹിക്കുന്ന ആളുടെ കഴുത്തിലിട്ട് കൊടുക്കും. അങ്ങനെയാണ് വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി നമ്മൾ ഉത്തരീയ സഭയിൽ അംഗമാവുക. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ ഒരു പള്ളിയിൽ പോയി ഇങ്ങനെ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷയിൽ പങ്കെടുത്തു, വെന്തിങ്ങ കിട്ടി. ഇനി ജീവിതത്തിൽ ഒരിക്കലും ആ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പാടില്ല. ഒരു പ്രാവശ്യം പങ്കെടുത്താൽ മതി. അതുപോലെ പിന്നെ വെന്തിങ്ങ വെഞ്ചിരിക്കാനും ഓടി നടക്കണ്ട. വെന്തിങ്ങ പൊട്ടുമ്പോൾ വേറെ വെന്തിങ്ങകൾ ധരിക്കാം. അതിനാൽ തന്നെ വെഞ്ചിരിക്കപ്പെടും. ഒരു പ്രാവശ്യമേ വെന്തിങ്ങ വെഞ്ചിരിക്കണ്ടു. അപ്പോൾ ഒരു പ്രാവശ്യം ഒരു സ്ഥലത്ത് നിന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി ഇനി വേറൊരു സ്ഥലത്ത് വെന്തിങ്ങ ശുശ്രൂഷ കൊടുക്കണ്ട് എന്ന് പറയുമ്പോൾ അപ്പുറം തല വെച്ച് കൊടുക്കണ്ട, അത് കൊടുക്കാൻ പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു അടിസ്ഥാന തത്വം തന്നെ ഇല്ലാതാകും. ജീവിതത്തിൽ ഒരിക്കലേ നമ്മളത് ചെയ്യണ്ടു. പ്രിയ കൂട്ടുകാരെ, ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിരുന്നു. റോസാമിസ്റ്റിക്ക മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്നും അതുപോലെ മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്നും ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കാത്തവർക്ക് പുരോഹിതൻ വഴി ഇത് ചെയ്തു കൊടുക്കാറുണ്ട്. ഇനി ഈ ഉത്തരീയ സഭയിൽ നമ്മളിതുപോലെ അംഗങ്ങളായി കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ശ്രദ്ധിക്കണം. മാതാവ് സ്വർഗത്തിൽ നിന്നും വന്നിട്ട് ഇത് ധരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് ഉത്തരിയാണ്, ജപമാലയല്ല. ജപമാല ജപിക്കണം, കയ്യിൽ പിടിക്കണം ആയുധമായിട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജപമാല കഴുത്തിലിട്ട് നടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ ശനിയാഴ്ച വരത്തിന് നമ്മൾ അർഹരാകില്ല. ശനിയാഴ്ച വരം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉത്തരീയ സഭയിൽ അംഗത്വമെടുത്ത് ഉത്തരീയം ധരിച്ചവരെ മരിച്ച് അടുത്ത ശനിയാഴ്ച മാതാവ് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് വന്ന് സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ അതാർക്കാണ് പ്രത്യക്ഷപ്പെട്ടത്? 1322 ജോൺ 22 മാർപ്പാപ്പയ്ക്ക്, യോഹന്നാൻ 22 മാർപ്പാപ്പയ്ക്കാണ് ഇത് പ്രത്യക്ഷപ്പെട്ട്
കർമ്മല മാതാവ് ഈ ഭക്തർക്ക് ഒരു ആനുകൂല്യം നൽകിയത്. ഉത്തരീയ സഭയിൽ അംഗത്വം എടുക്കണം. ഇങ്ങനെ അച്ഛന്മാരിൽ നിന്ന് പുരോഹിതന്മാരിൽ നിന്ന് പ്രാർത്ഥിച്ച് വാങ്ങണം. ബന്ധിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ എന്നാണ് പറയുക. അങ്ങനെ നമ്മൾ അംഗത്വം എടുത്തിട്ടുള്ളവർ അംഗത്വം എടുത്തു ജീവിതം തോന്നിയോണമാണെങ്കിൽ ഇതിൻ്റെ ആനുകൂല്യം കിട്ടില്ല. അപ്പോൾ എങ്ങനെ നോക്കിയാലും അവസാനം കറങ്ങിത്തിരിഞ്ഞ് വരിക നമ്മുടെ ജീവിതം നന്നായിട്ട് കൊണ്ടുപോകണം. എന്നാൽ മാത്രമേ നമുക്കിതിന് അർഹത കിട്ടുള്ളൂ. അങ്ങനെ ഉത്തരീയ സഭയുടെ വ്യവസ്ഥകൾ പാലിക്കുന്ന അംഗങ്ങൾ പെട്ടെന്ന് മരിച്ചു പോകുമ്പോൾ അവർക്ക് മരണം കഴിഞ്ഞു വരുന്ന ശനിയാഴ്ച അവരുടെ അമ്മയായ ഞാൻ എന്നാണ് പരിശുദ്ധ അമ്മ പറഞ്ഞത്. എൻ്റെ പ്രിയപുത്രനിൽ നിന്നും പ്രാപിച്ചിരിക്കുന്ന പ്രത്യേക അനുഗ്രഹം ഉപയോഗിച്ച് ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങുകയും അവിടെ കാണപ്പെടുന്ന എൻ്റെ പ്രിയ മക്കളെ അവിടെ നിന്നും മോചിപ്പിച്ച് സ്വർഗഭാഗ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യും. 1322 മാർച്ച് 3-ാം തീയതി ജോൺ 22-ാം മാർപ്പാപ്പ തന്നെയാണ് ഇത് പറഞ്ഞത് ലോകത്തോട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കാം, വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷയുടെ പ്രാധാന്യം എന്താണ്. അങ്ങനെ നമ്മൾ ഒരു അച്ഛനിൽ നിന്ന് വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി ഉത്തരീയ സഭയിൽ അംഗത്വമായി കഴിഞ്ഞാൽ ആ സഭയുടെ വ്യവസ്ഥകൾ നമ്മൾ പാലിക്കണം. എന്നിട്ട് പിന്നെ നമ്മൾ മരിക്കുകയാണെങ്കിൽ അടുത്ത ശനിയാഴ്ച നമ്മളെ കൊണ്ടുപോകും പരിശുദ്ധ അമ്മ. പിതാവ് ദർശനത്തിൽ കണ്ടു എന്നാണ് പറയുന്നത്. പരിശുദ്ധ അമ്മ മാലാഖമാരുടെ അകമ്പടിയോടുകൂടെ ഇങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ഒരു മാലാഖ ചോദിക്കുന്നുണ്ട്, ഉത്തരീയം ധരിച്ചവരുണ്ടോ, ഉത്തരീയം ധരിച്ചവരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കുന്നു. അപ്പോൾ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് കുറേ ആത്മാക്കൾ പ്രയാസപ്പെട്ട് അവരുടെ കൈകൾ ഇങ്ങനെ ഉയർത്തി കാണിക്കുകയാണ്, ഞങ്ങൾ ഉത്തരീയം ധരിച്ചവരാണ് എന്ന്. അപ്പോൾ സ്വർഗത്തിൽ നിന്നൊരു വലിയ ഉത്തരീയം ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണുകയാണ്. ആ ഉത്തരീയത്തമ്മ പിടിച്ച് ഉത്തരീയ സഭയിൽ അംഗത്വമെടുത്ത അതിൻ്റെ വ്യവസ്ഥകൾ പാലിച്ച എല്ലാ മക്കളും ആ ഉത്തരീയത്തമ്മ ആത്മാക്കൾ പിടിച്ചു കയറി അവർ മുഴുവൻ ആ ഉത്തരി അങ്ങനെ തന്നെ സ്വർഗത്തിലേക്ക് പോകുന്ന കാഴ്ച. അങ്ങനെ അമ്മ രക്ഷിക്കും. അതിന് എന്താണ് വേണ്ടത്? ഉത്തരീയ സഭയിൽ നമ്മൾ മെമ്പർഷിപ്പ് എടുത്താൽ അതിൻ്റെ വ്യവസ്ഥകൾ, ഉത്തരീയ സഭയിൽ ചേർന്ന നിമിഷം മുതൽ മരണം വരെ എപ്പോഴും ഭക്തിപൂർവ്വം ഉത്തരീയം ധരിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഇനി വീട്ടിലെ കുളിമുറിയിലാണ് കുളിക്കുന്നതെങ്കിൽ ആ സമയം മാത്രം ഉത്തരി അഴിച്ചു വയ്ക്കാൻ അനുവാദമുണ്ട്. പക്ഷേ പുഴ, തോട്, തടാകം, നീന്തൽക്കുളം, കടൽ, കായൽ ഇവിടങ്ങളിലൊക്കെ കുളിക്കുമ്പോൾ അപകട സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് ഉത്തരീയം ധരിക്കുക തന്നെ വേണം. ഉത്തരീയം വെള്ളത്തിൽ വെച്ച് ഊരിപ്പോകാതിരിക്കാൻ ഉത്തരീയത്തിൻ്റെ ചരടിൽ ഒരു കെട്ടുകൂടെ ഇടുന്നത് നല്ലതാണ്. അതാണ് ഒന്നാമത്തെ വ്യവസ്ഥ. ഇനി രണ്ടാമത്തെ വ്യവസ്ഥ, എപ്പോഴും വിശുദ്ധമായ ജീവിതം നയിക്കണം. ഇതാണ് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ടത്. ഉത്തരീയ സഭയിൽ ചേർന്നു എന്നതുകൊണ്ടായില്ല, എപ്പോഴും വിശുദ്ധമായ ജീവിതം നയിക്കണം. ജീവിത അന്തസ്സിന് ചേർന്ന ലൈംഗിക പരിശുദ്ധി കാത്തു സൂക്ഷിക്കണം. വിശുദ്ധമായ ജീവിതം എന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? നിൻ്റെ സഹോദരൻ്റെ ആത്മാവിനോ ശരീരത്തിനോ ഹാനികരമായ യാതൊന്നും നീ ചെയ്യരുത്. ലൈംഗിക പരിശുദ്ധി എന്നതിനർത്ഥം ഒരൽമായൻ വിവാഹ ദിവസം വരെ ബ്രഹ്മചാര്യം കാത്തു പരിപാലിക്കണം. വിവാഹത്തിന് പുറത്തുള്ള ലൈംഗിക ബന്ധങ്ങൾ പാടില്ല. ഇതൊക്കെയാണ് രണ്ടാമത്തെ വ്യവസ്ഥ. മൂന്നാമത്തെ വ്യവസ്ഥ, മാതാവിന് ഏറ്റവും പ്രിയങ്കരമായ പ്രാർത്ഥനയായ ജപമാലയുടെ അതാത് ദിവസം ചൊല്ലേണ്ട 5 രഹസ്യങ്ങൾ എല്ലാ ദിവസവും ഭക്തിപൂർവ്വം ചൊല്ലി പ്രാർത്ഥിക്കണം. അങ്ങനെയാണ് 3 മാറ്റമില്ലാത്ത വ്യവസ്ഥകൾ. ഇനി വേറെ നിർബന്ധമല്ലാത്ത വ്യവസ്ഥകളുണ്ട്, അത് പാലിച്ചാൽ നല്ലതാണ്. 1, മാതാവിൻ്റെ ദിവസമായ ശനിയാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ദിവ്യകാരുണ്യം സ്വീകരിക്കുകയും ചെയ്യുക. 2, ആഴ്ചയിലൊരു ദിവസം ദിവസേനയുള്ള 4 നേരത്തെ ഭക്ഷണത്തിൽ 1 നേരത്തെ ഭക്ഷണം ഉപേക്ഷിക്കുക. 3, ആഴ്ചയിൽ ഒരു ദിവസം മാംസം വർജിക്കണം. കേരളത്തിൽ വെള്ളിയാഴ്ച മാംസവർജനം ഉള്ളതുകൊണ്ട് മറ്റൊരു ദിവസം വേണമെന്നില്ല. ഇതാണ് നിർബന്ധമല്ലാത്ത വ്യവസ്ഥകൾ. എന്നാൽ അത് കൂടുതൽ നമ്മെ വിശുദ്ധിയിലേക്ക് നയിക്കുന്ന വ്യവസ്ഥകളാണ്. അതുപോലെ ഉത്തരീയ സഭാംഗങ്ങൾക്ക് ദണ്ഡവിമോചനങ്ങളുണ്ട്.
വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി ഉത്തരീയ സഭയിൽ അംഗമാകുന്ന ദിവസം തന്നെ ഒരു പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പുരോഹിതൻ വഴി വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി വെന്തിങ്ങ കൊടുത്തവർക്കൊക്കെ പൂർണ്ണ ദണ്ഡവിമോചനം കിട്ടി. അതുപോലെ ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാളായ ജൂലൈ 16-ാം തീയതി ഉത്തരീയ സഭാംഗങ്ങൾക്ക് ഒരു പൂർണ്ണ ദണ്ഡവിമോചനം ലഭിക്കും. അതുപോലെ ഉത്തരീയ സഭാംഗമായ മരിയ ഭക്തൻ ഓരോ പ്രാവശ്യവും ഭക്തിപൂർവം വെന്തിങ്ങ ചുംബിക്കുമ്പോൾ ഒരു അപൂർണ ദണ്ഡവിമോചനം, അതായത് ഭാഗിക ദണ്ഡവിമോചനം കിട്ടും. വെന്തിങ്ങ ഭക്തിയുടെ പ്രചരണത്തിന് വേണ്ടിയാണ് ഈ ദണ്ഡവിമോചനങ്ങൾ സഭ കൽപ്പിച്ച് അനുവദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വെന്തിങ്ങ നിർമ്മിക്കേണ്ടത് എങ്ങനെയാണ്, എന്ത് തരം വെന്തിങ്ങയാണ് ധരിക്കേണ്ടത്? വെന്തിങ്ങ സ്വാഭാവികമായ രോമം കൊണ്ട് നിർമ്മിച്ചതാകണം. കൃത്രിമ രോമം കൊണ്ട് പാടില്ല, പ്ലാസ്റ്റിക് പാടില്ല എന്ന്. അതുപോലെ രോമത്തിൻ്റെ നിറം തവിട്ട് നിറമായിരിക്കണം. വെന്തിങ്ങയുടെ ആകൃതി ചതുരാകൃതി ആയിരിക്കണം. വെന്തിങ്ങ നിർമ്മിക്കുന്നതിന് മുൻപായി രോമവസ്ത്രം ഒരു വൈദികനെ കൊണ്ട് വെഞ്ചിരിപ്പിക്കണം. രോമവസ്ത്രം വെഞ്ചിരിപ്പിച്ചതാകയാൽ ഉത്തരീയ നിർമ്മാണത്തിന് ശേഷം വരുന്ന രോമവസ്ത്രത്തിൻ്റെ ചെറു കഷ്ണങ്ങൾ ആരും ചവിട്ടാതിരിക്കാനായി അവ ശേഖരിച്ച് കത്തിച്ച് കളയണം. വെന്തിങ്ങ 100-ൻ്റെ പാക്കറ്റുകളാക്കി പ്ലാസ്റ്റിക് കവറിൽ പാക്ക് ചെയ്യുന്ന അവസരത്തിൽ ഉത്തരീയം വെഞ്ചിരിച്ചതാണെന്നും വെഞ്ചിരിച്ച ദേവാലയത്തിൻ്റെ പേര്, സ്ഥലം, തീയതി എന്നിവ കവറിൽ രേഖപ്പെടുത്തുന്ന പക്ഷം വെന്തിങ്ങ വാങ്ങുന്നവർ വീണ്ടും വെഞ്ചിരിപ്പിക്കാൻ പോകണ്ട. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വെന്തിങ്ങ നിർമ്മിക്കുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ വെന്തിങ്ങയുടെ തട്ടും സ്വാഭാവിക രോമം കൊണ്ട് നിർമ്മിച്ചതായതുകൊണ്ട് ചിലർക്കൊക്കെ അലർജി ഉണ്ടാകും അത് ശരീരത്തിൽ തട്ടിയാൽ. അതുകൊണ്ട് അങ്ങനത്തെ ആളുകൾക്ക് സംരക്ഷണം ലഭിക്കാൻ 10-ാം പിയൂസ് മാർപ്പാപ്പ ഉത്തരീയത്തിൻ്റെ കാശുരൂപം, അതായത് മെഡലുണ്ടാക്കി. ആ കാശുരൂപത്തിൻ്റെ ഒരു വശത്ത് ഈശോയുടെ തിരുഹൃദയ രൂപവും മറുവശത്ത് മാതാവിൻ്റെ രൂപവുമാണ് വേണ്ടത്. വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷയ്ക്ക് ഉത്തരീയ കാശുരൂപം ഉപയോഗിക്കാൻ പാടില്ല, വെന്തിങ്ങ തന്നെ ഉപയോഗിക്കണം. എന്നിട്ട് കഴുത്തിലോ ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളോ നമ്മൾ ധരിക്കുമ്പോൾ കാശുരൂപം ധരിച്ചാൽ മതി. ആ കാശുരൂപം വൈദികനെ കൊണ്ട് വെഞ്ചിരിപ്പിക്കണം. നമ്മളിങ്ങനെ ഒരു വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ വഴി ഉത്തരീയ സഭയിൽ അംഗത്വം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വരമാണ് ശനിയാഴ്ച വരം. അതിനെയാണ് സാബട്ടൻ പ്രിവിലേജ് എന്ന് പറയുന്നത്. അതായത് ശനിയാഴ്ച നമ്മൾ മരിച്ച അടുത്ത ശനിയാഴ്ച അമ്മ മാതാവ് ശുദ്ധീകരണത്തിലേക്ക് വരും. അപ്പോൾ നിങ്ങളെല്ലാവരും വെള്ളിയാഴ്ച രാത്രി മരിക്കാൻ പ്രാർത്ഥിച്ചോ. അപ്പോൾ അധികം നേരം ശുദ്ധീകരണത്തിൽ കിടക്കേണ്ട വരില്ല. പ്രിയ കൂട്ടുകാരെ, ഇനി നമുക്ക് മാർപ്പാപ്പന്മാരും ഉത്തരീയ ഭക്തിയും നോക്കാം. 23ഓളം മാർപ്പാപ്പന്മാർ ഉത്തരീയ ഭക്തിയെ പ്രകീർത്തിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് 40 തിരുവെഴുത്തുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അവരിൽ ചിലരാണ് ജോൺ 22-ാമൻ മാർപ്പാപ്പ, നിക്കോളസ് 5-ാമൻ, ലയോ 11-ാമൻ, ബെനഡിക്റ്റ് 15-ാമൻ, പിയൂസ് 10-ാമൻ, 12-ാം പിയൂസ് പാപ്പ, വിശുദ്ധനായ ജോൺ പോൾ 2-ാമൻ പാപ്പ. അങ്ങനെ ബെനഡിക്റ്റ് 15-ാം മാർപ്പാപ്പ പറഞ്ഞത് മരണാനന്തരവും നമ്മെ സംരക്ഷിക്കാൻ ശക്തിയുള്ള ആയുധമാണ് വെന്തിങ്ങ എന്ന്. അതുപോലെ 12-ാം പിയൂസ് മാർപ്പാപ്പ പറഞ്ഞു എല്ലാ കത്തോലിക്കരും വെന്തിങ്ങ ധരിക്കണം. ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ ഉത്തരീയ സഭയിലെ അംഗമായിരുന്നു, ഇതിൻ്റെ പ്രചാരകനുമായിരുന്നു. ഈ സഭയുടെ പുരോഗമനത്തിനായി കത്തോലിക്കർ തന്നാൽ കഴിയുന്നതൊക്കെ ചെയ്യണം എന്നാണ് ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നമ്മളെക്കൊണ്ട് പറ്റാവുന്നത് ചെയ്യണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കത്തോലിക്കരെ നമ്മൾ അറിയിക്കണം. അറിയാത്തവർക്ക് ഈ വരം വാങ്ങിക്കൊടുക്കണം. പ്രിയ കൂട്ടുകാരെ, ഞാൻ അതുകൊണ്ടാണ് എൻ്റെ മരണം വരെ ഇവിടെ ഇങ്ങനെ കൂട്ടായ്മയിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ എല്ലാവരെയും ഇത് അറിയിക്കും. പറ്റാവുന്നവർക്കൊക്കെ പുരോഹിതന്മാരുണ്ടെങ്കിൽ ആ വെന്തിങ്ങ ഏൽപ്പിക്കൽ ശുശ്രൂഷ നടത്താത്തവർക്ക് അത് നടത്തി കൊടുക്കുന്നത്. നമ്മൾ ഈ വെന്തിങ്ങ അണിഞ്ഞ് കാണുമ്പോൾ മാതാവിന് എന്ത് സന്തോഷമാണെന്നോ. അതായത് ചിലരൊക്കെ സ്ഥാനമുദ്ര അണിഞ്ഞു വരില്ലേ, രാജാക്കന്മാരൊക്കെ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ, അതുപോലെ നമ്മൾ ഈ നേവിയിൽ പട്ടാളത്തിലൊക്കെ സ്ഥാനമുദ്ര കിട്ടുമല്ലോ. അപ്പോൾ എന്ത് സന്തോഷമാണ്.
അതുപോലെ മാതാവിന് മനുഷ്യർ ഈ സ്ഥാനമുദ്ര അണിഞ്ഞ് നടക്കുമ്പോൾ മാതാവിന് ഭയങ്കര സന്തോഷമാണത്രേ. ഇത് ഞാൻ പറഞ്ഞതല്ല. ആവിലായ മത്രേസ്യ, കുരിശിൻ്റെ വിശുദ്ധ ജോൺ, വിശുദ്ധ അൽഫോൺസ് ലിഗോരി, വിശുദ്ധ ബെർണാർഡ്, വിശുദ്ധ ഡോൺ ബോസ്കോ, വിശുദ്ധ കൊച്ചുത്രേസ്യ, വിശുദ്ധ അനുസലം, വിശുദ്ധ കൊളംബിയൻ, ഇവരൊക്കെ പറഞ്ഞ കാര്യമാണ്. അവരൊക്കെ വെൻഡിങ് ഭക്തരായിരുന്നു അത്രേ. അവർ പറഞ്ഞ കാര്യമാണിത്. അവരോട് മാതാവ് ദർശനത്തിൽ വന്ന് പറഞ്ഞിട്ടുണ്ടാകും. വിശുദ്ധ ബെർണാർഡ് എന്താണെന്നോ പറഞ്ഞത്, മാതാവ് സ്വർഗത്തിൽ നിന്ന് സമ്മാനമായി നൽകിയ വെൻഡിങ് ഭക്തിപൂർവ്വം ധരിക്കുന്നവരുടെ ആത്മാക്കൾ നശിച്ചു പോകാൻ മാതാവ് അനുവദിക്കുകയില്ല, പ്രത്യേക മക്കളായി സംരക്ഷിക്കും എന്നാണ് പറഞ്ഞത്. പ്രിയ കൂട്ടുകാരെ, പലപ്പോഴും പ്രാർത്ഥനയ്ക്ക് വരുന്നവരോട് ഞാൻ വെൻഡിങ് ധരിച്ചിട്ടുണ്ടോ എന്ന് പറയുമ്പോൾ അവർ ഇല്ല, ജപമാല ധരിച്ചിട്ടുണ്ട് ചേച്ചി എന്നാണ് പറയുന്നത്. പ്രിയ കൂട്ടുകാരെ, നിങ്ങൾ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക, മാതാവ് നമ്മളോട് ധരിക്കാൻ പറഞ്ഞിരിക്കുന്നത് വെൻഡിങ്ങയാണ്, അമ്മയുടെ വസ്ത്രമാണത്. ആ വസ്ത്രം കൊണ്ട് പൊതിയുന്ന ഒരു അനുഭവമാണ് നമുക്ക് വെൻഡിങ് ധരിച്ചാൽ കിട്ടുക. ജപമാല അമ്മ കഴുത്തിൽ അണിയാൻ പറഞ്ഞിട്ടില്ല. അമ്മ പറഞ്ഞത് നിങ്ങൾ ജപമാല ചൊല്ലാൻ കൈപ്പിടിച്ച്. ഇനിയിപ്പോൾ ജപമാല ധരിച്ച് അത് പാപമാവോ ചേച്ചി എന്ന് ചോദിക്കുന്നുണ്ട്. ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് ജപമാല 1 2 ഇനി എത്ര എണ്ണം ഇടാൻ തോന്നണമെങ്കിൽ നിങ്ങൾ ഇട്ടോ. പക്ഷെ വെൻഡിങ് ഇട്ടാലേ ഈ ശനിയാഴ്ച വരം കിട്ടുള്ളൂ. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കുരിശിൻ്റെ വിശുദ്ധ ജോൺ മരിക്കാറായപ്പോൾ പറയുകയാണ്, എനിക്കൊരു ശനിയാഴ്ച മരിക്കണം, കാരണം അന്ന് തന്നെ വെൻഡിങ് മൂലം മാതാവ് എന്നെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് പിൻവലിച്ചു. നമുക്ക് വെള്ളിയാഴ്ചയല്ല മരിക്കേണ്ടത്, ശനിയാഴ്ച മരിക്കണം. അപ്പോൾ ശനിയാഴ്ച കാലത്ത് മരിച്ചാൽ അപ്പം തന്നെ മാതാവ് വന്ന് കൂട്ടിക്കൊണ്ടു പോകുമല്ലോ. നമുക്ക് മാറ്റി ചിന്തിക്കാം. ഉത്തരീയം, അതായത് ഈ വെൻഡിങ് ധരിച്ചവർക്ക് ഉണ്ടായിട്ടുള്ള അത്ഭുതങ്ങൾ പറഞ്ഞാൽ അത് കഴിയില്ല. എങ്കിലും ചിലത് ഞാൻ പറയാം. ഒരിക്കലൊരു തീർത്ഥാടനത്തിലിരിക്കുന്ന ഫ്രഞ്ച് ബെനഡിക്റ്റിൻ വൈദികൻ മാതാവിൻ്റെ ഒരു തീർത്ഥാടന ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കുമ്പോൾ സഭാവിരോധിയായ ഒരു ചെറുപ്പക്കാരൻ തൊട്ടടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് നേരെ നിറയൊഴിച്ചിട്ട് സ്ഥലം വിട്ടു. ഒന്നും സംഭവിക്കാത്ത പോലെ ആ പുരോഹിതൻ ബലിയർപ്പണം പൂർത്തിയാക്കി. അതിനുശേഷം തിരുവസ്ത്രങ്ങൾ അഴിച്ചു മാറ്റുമ്പോഴാണ് വസ്ത്രത്തിൽ തുളഞ്ഞു കയറിയ വെടിയുണ്ട വെൻഡിങ്ങയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കണ്ട് ജനങ്ങൾ അത്ഭുത സ്തബ്ധരായി എന്ന്. പിന്നെ നമുക്കറിയാമല്ലോ ജോൺ പോൾ 2 മാർപ്പാപ്പയ്ക്ക് ഉണ്ടായത്. നെഞ്ചിന് നിറയൊഴിച്ചതും മാർപ്പാപ്പയുടെ കഴുത്തിലുണ്ടായിരുന്ന വെൻഡിങ് വെടിയുണ്ടയുടെ ഉന്നം മാറ്റിവിട്ടതിന് അത് ചെന്ന് തറച്ചത് മാർപ്പാപ്പയുടെ അടിവയറ്റിലാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ട ആ വെടിയുണ്ട ഫാത്തിമയിൽ വെച്ചിട്ടുണ്ട് കിരീടത്തിൽ. അതുപോലെ സിസ്റ്റർ ജെർമയൻ MSJ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് നിലയില്ലാത്ത വെള്ളത്തിൽ വീണിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട് അത്രേ. പിന്നീട് കോതമംഗലത്തെ സെൻറ്റ് ജോസഫ് നഴ്സിംഗ് സ്കൂളിലെ അധ്യാപികയായ സിസ്റ്റർ കുളത്തുവയിൽ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൗൺസിലിങ്ങിനിടയിൽ സിസ്റ്ററിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച ആൾ ചോദിച്ചു, നിലയില്ലാത്ത വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന വെൻഡിങ് ധരിച്ചൊരു പെൺകുട്ടിയെ കാണുന്നു. സ്വർഗീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് വെള്ളത്തിലിറങ്ങിയ മാതാവ് ഇവളെക്കൊണ്ട് എനിക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് കുട്ടിയെ കരയ്ക്ക് കൊണ്ടുപോയി വയ്ക്കുന്നു എന്ന് പറഞ്ഞു. ഇത് സംഭവം നടന്ന 40ലേറെ വർഷങ്ങൾക്ക് ശേഷമാണ് കൗൺസിലർ ആ ദർശനം കാണുന്നത്. നേഴ്സിംഗ് അധ്യാപക വൃത്തി ഉപേക്ഷിച്ച് സിസ്റ്റർ ഒരു മുഴുവൻ സമയ വചനപ്രഘോഷയായി മാറി. 2009 ജൂലൈ 16 സിസ്റ്റർ തന്നെയാണ് ഷാലോം TV-യിലൂടെ ഇത് പറഞ്ഞതത്രേ. അതുപോലെ കുറേ അനുഭവങ്ങൾ ഈ വെൻഡിങ് ധരിച്ചവർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ശരീരത്തിൻ്റെ രക്ഷ മാത്രമല്ല, ഒരിക്കൽ USA-യിലെ ഓഹിയോ സംസ്ഥാനത്ത് വെൻഡിങ് ധരിച്ച ഒരു മനുഷ്യൻ തീവണ്ടി അപകടത്തിൽപ്പെട്ട് 2 കഷ്ണമായിട്ട് മുറിഞ്ഞുപോയി. അപകടം നടന്ന നിമിഷം തന്നെ അങ്ങനെ മരിക്കേണ്ടതാണ്. ഇങ്ങനെ 2 കഷ്ണമായാൽ ഒരു ശരീരം 2 കഷ്ണമാവാണ്. പക്ഷേ അയാൾ മരിച്ചില്ല. മാരകമായ പാപത്തിലായതുകൊണ്ട് മാതാവ് 45 മിനിറ്റ് നേരത്തേക്ക് അവൻ്റെ ജീവൻ സുബോധത്തോടെ കാത്തുപാലിച്ചു. കാരണം അവൻ വെൻഡിങ് ധരിച്ചിട്ടുണ്ട്, പക്ഷേ മാരക പാപിയായിരുന്നു. ആ വെൻഡിങ് ധരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രം മാതാവ് അവന് 45 മിനിറ്റ് നേരത്തേക്ക് ജീവൻ കൊടുത്തു. എന്നിട്ട് ആ സമയത്ത് ഒരു കത്തോലിക്ക വൈദികൻ അവൻ്റെ അടുത്തെത്തി അവൻ്റെ കുമ്പസാരം കേട്ടു ദിവ്യകാരുണ്യം നൽകുകയും ചെയ്ത് അവൻ വരപ്രസാദാവസ്ഥയിൽ മരിച്ചു. നോക്കണേ, ശരീരം 2 കഷ്ണമായി തീവണ്ടിയിൽപ്പെട്ട് മുറിഞ്ഞുപോയി. എന്നിട്ട് 45 മിനിറ്റ് മാതാവ് ജീവൻ കൊടുത്തു.
പ്രിയ കൂട്ടുകാരെ, ഇപ്പോൾ നമുക്ക് വെന്തിങ്ങ ധരിച്ചാൽ എന്താണ് നമുക്ക് കിട്ടുക? നമ്മൾ അപകടത്തിൽ പെടില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ അപകടത്തിൽ പെട്ട് മരിക്കും, പക്ഷേ നമ്മൾ സ്വർഗത്തിലെത്തും. അങ്ങനെയാണ്. ഇനി വെന്തിങ്ങ ധരിച്ചതുകൊണ്ട് ഒരു അപകടം ഉണ്ടാവില്ല, ഒന്നും വരില്ല എന്ന് പറയരുത്. വെന്തിങ്ങ ധരിച്ച് ഞാനാണ് ഇപ്പോൾ ക്യാൻസർ രോഗിയായിട്ടിരിക്കുന്നത്, എപ്പോൾ വേണമെങ്കിൽ മരിക്കും, പക്ഷേ നമുക്ക് മാതാവ് അതിന് വേണ്ട കൃപകൾ തരും. അതാണ് ശനിയാഴ്ച വരത്തിൻ്റെ പ്രത്യേകത. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞ നിങ്ങൾ നമ്മളെ ആരെയൊക്കെ കണ്ടുമുട്ടുന്നു, നമ്മുടെ കത്തോലിക്കർ വെന്തിങ്ങ ധരിച്ചിട്ടില്ലെങ്കിൽ ചോദിക്കണം, നിങ്ങൾ വെന്തിങ്ങ ധരിച്ചിട്ടില്ലേ? വെന്തിങ്ങയാണ് കേട്ടോ ധരിക്കേണ്ടത്, ജപമാലയല്ല. ജപമാല പിശാചിനെതിരെയുള്ള ആയുധമാണ്, അത് ചൊല്ലേണ്ടതാണ്. വെന്തിങ്ങ ധരിക്കേണ്ടതാണ്. ഇനി മറ്റൊരു കാര്യം കൂടെ അറിയിക്കാനുണ്ട്. വെന്തിങ്ങ ഭക്തിപൂർവം ധരിക്കുന്നവർക്ക് ശനിയാഴ്ച വരം കിട്ടും. അതിന് വെന്തിങ്ങ നമ്മൾ ഏൽപ്പിക്കൽ ശുശ്രൂഷയിൽ ചേർന്ന് അംഗത്തെടുക്കണമെന്ന് പറഞ്ഞല്ലോ. ഒരു വ്യവസ്ഥ കൂടിയുണ്ട്. മാതാവിൻ്റെ ചെറിയ ഒപ്പീസ് അനുദിനം ചൊല്ലണം. മാതാവിൻ്റെ ചെറിയ ഒപ്പീസ്. ഈ ഒപ്പീസ് എന്ന് പറയുമ്പോൾ അത് കുറച്ച് നീളമുള്ളതാണ്. നമ്മുടെ കാനോനിക നമസ്കാരങ്ങളൊക്കെ പെട്ടിട്ടുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ ഒപ്പീസ്. അതുകൊണ്ട് അത് ഒരു വൈദികന് മാറ്റം വരുത്താം. അപ്പോൾ നമ്മൾ ഉത്തരീയം വൈദികനിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ വൈദികനോട് അനുവാദം ചോദിക്കണം. ഈ ഒപ്പീസിന് പകരം ഞാൻ ഒരു ജപമാല ചൊല്ലിയാൽ മതിയോ, 3 നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥന ചൊല്ലിയാൽ മതിയോ, അങ്ങനെ നമ്മൾ സൗകര്യപൂർവ്വം അങ്ങനെ അനുവാദം ചോദിച്ച് വാങ്ങാം. സാധാരണ എഴുത്തുകളിലൊക്കെ പറഞ്ഞിരിക്കുന്നത് 7 സ്വർഗസ്ഥനായ പിതാവ്, 7 നന്മ നിറഞ്ഞ മറിയമ്മേ, 7 തൃത്വസ്തുതി ചൊല്ലി കാഴ്ചവെക്കാനാണ് പറയുന്നത്. അത് നമുക്കറിയാം. അമ്മയുടെ 7 വ്യാകുലങ്ങളെ ഓർത്ത് നമുക്കത് ചൊല്ലിയാൽ അത് മതിയാകും. ഞാൻ എല്ലാ ദിവസവും 7 സ്വർഗസ്ഥനായ പിതാവ് ശനിയാഴ്ച വരത്തിന് വേണ്ടി നന്മ നിറഞ്ഞ മറിയമേ തൃത്വസ്തുതിയാണ് ചൊല്ലാറ്. അത് വെന്തിങ്ങ ഏൽപ്പിച്ച സമയത്ത് വൈദികനിൽ നിന്ന് ഞങ്ങൾ അനുവാദം ചോദിച്ചു. ഇങ്ങനെ ചൊല്ലിയാൽ മതിയോ? ചൊല്ലിയാൽ മതി എന്ന് നമുക്ക് അനുവാദം കിട്ടുമ്പോൾ അത് ചൊല്ലിയാൽ മതി. പ്രിയ കൂട്ടുകാരെ, ഇന്ന് കർമ്മല മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇതുവരെ വെന്തിങ്ങ ധരിച്ചിട്ടില്ലെങ്കിൽ വെന്തിങ്ങ ധരിക്കണം. എന്നിട്ട് ഈ ഓഡിയോ കൃത്യമായി കേട്ടിട്ട് ഇനിയും ശനിയാഴ്ച വരം എന്താണ്, വെന്തിങ്ങയുടെ പ്രത്യേകത എന്താണ് എന്ന് ചോദിക്കാതെ ഈ കേട്ടത് മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കണം. കത്തോലിക്കർ മുഴുവൻ വെന്തിങ്ങ ധരിക്കട്ടെ. അത് വലിയ സംരക്ഷണമാണ്. പിശാചിനെതിരെ നമ്മളെ സംരക്ഷിക്കുന്ന വസ്ത്രമാണ്. പരിശുദ്ധ അമ്മയുടെ വസ്ത്രമാണിത്. അതുകൊണ്ട് ഇത് എല്ലാവരെയും അറിയിക്കുക. എല്ലാവരും വെന്തിങ്ങ ധരിക്കുക. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിന് കീഴിലായിരിക്കുക. നമുക്ക് ശനിയാഴ്ച മരിക്കാൻ പ്രാർത്ഥിക്കാം. അപ്പോൾ വേഗം സ്വർഗത്തിലേക്ക് പോവാലോ. പ്രിയ സഹോദരങ്ങളെ, എല്ലാ അനുഗ്രഹങ്ങളും മാതാവ് നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആമീൻ.